ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ രണ്ട് മക്കളുടെയും ഭാവി വഴിയാധാരമാക്കിയവളാ നീ. നിന്റെ തലയിൽ ഇടുത്തി വീഴുപടി. നീ നീക്കുന്നിട മുട്ടിഞ്ഞു പോകും. നീ വെള്ളം കുടിച്ച് ചാവത്തില്ലടി. പ്രാകുന്നോ തള്ളേ? ചേച്ചത്തിനെ പറയുന്നോടി. അത് മാത്രാണോ? അല്ലാതെ എത്ര പേരെ സഹായിച്ചിരിക്കുന്നു. പക്ഷെ സത്യം പറയണല്ലോ, അച്ഛനൊരു ആവശ്യം വന്നപ്പോ സഹായിച്ചവർ ഒരു പൊടി പോലുമില്ല. ആര് പറഞ്ഞു? നമ്മൾ ഒരാളെ സഹായിച്ച അയാള് തന്നെ നമ്മളെ തിരിച്ചു സഹായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പകരം മറ്റൊരാളെ സഹായിച്ചാലും പോരെ. അച്ഛൻ ചെയ്ത നന്മകളൊന്നും ദൈവം കാണാതിരിക്കില്ല. ഒരു വഴി അടയുമ്പോ അപ്പുറത്ത് 100 വഴി തുറക്കും. ഇല്ലെങ്കിൽ പിന്നെ മീരേച്ചിക്ക് ഈ സമയത്ത് ഈ പണം കിട്ടേണ്ട വല്ല കാര്യമുണ്ടോ? പണമുണ്ടായ മാത്രം പോരല്ലോ, അത് തരാനുള്ള മനസ്സും കൂടി വേണ്ടേ? എന്തായാലും കേസ് നടത്താൻ ഇനി ആരോടും പണം ചോദിക്കണ്ടല്ലോ. ഇപ്പോഴാ എന്റെ മനസ്സിനൊരു സമാധാനമായത്. ഇതുവരെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മനസ്സിലൊരു ദുഃഖമായിരുന്നു. പക്ഷേ ഇപ്പൊ അതില്ല. എല്ലാം തിരിച്ചു പിടിക്കാമെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അത് വെറും ആത്മവിശ്വാസം മാത്രമല്ല അച്ഛാ, സത്യം അതന്നെയാ. എല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. നിന്റെ ഈ ആത്മവിശ്വാസ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. നിന്നെ പോലൊരു മോളെ കിട്ടിയത് എന്റെ ഭാഗ്യമാ. അനിയന്റെ ഭാര്യയാണെങ്കിലും ഇവളെ കാണുമ്പോ എനിക്ക് ഈ വീട്ടിലെ ഏട്ടത്തിമേട്ട തോന്നുന്നു. അമ്മയുടെ അനുഗ്രഹം മോൾക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് മോൾ എവിടെയും തോൽക്കില്ല. നമ്മുടെ പഴയ മാനേജർ സ്വാമിയാ വിളിക്കുന്നത്. ഒരു മിനിറ്റേ. ആ സ്വാമി, പറയൂ. ആ അഡ്വക്കേറ്റ് നരസിംഹൻ സാറ് ഇപ്പൊ വിളിച്ചിരുന്നു. രാവിലെ അച്ഛനെയും കൊണ്ട് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. നാളെ കേസ് ഫയൽ ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പണം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിനേക്കാളും വലിയ എന്ത് പ്രശ്നമുള്ളത്? ഒറിജിനൽ ഡോക്യുമെന്റ്സ് വക്കീല് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഉണ്ടെന്നും പറയാൻ പറ്റില്ലല്ലോ. അതെല്ലാം അവന്തിക മോഷ്ടിച്ചോണ്ട് പോയില്ലേ? അത് വക്കീലിന് അറിയില്ലല്ലോ. നമുക്ക് അദ്ദേഹത്തോട് കാര്യം പറയാം. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തേ പറ്റൂ. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നുമില്ല. ഒരു വഴിയുണ്ട്. എന്ത് വഴി? അച്ഛന്റെ അലമാരയിൽ നിന്നും അവന്തിക ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചല്ലേ കൊണ്ടുപോയത്? അതുപോലെ തിരിച്ചും മോഷ്ടിക്കണം. അല്ലാതെ വേറെ വഴിയില്ല. ഏയ്, അതൊന്നും നടക്കും തോന്നുന്നില്ല. അവിടെ പോയി ആരും മോഷ്ടിക്കാനാ? അതിനെപ്പറ്റി ഏത് കള്ളന്മാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? കള്ളന്മാരെ ഒന്നും വിശ്വസിക്കണ്ട. പക്ഷെ എന്നെ വിശ്വസിക്കാം. എന്താ പറഞ്ഞേ? എന്നെ വിശ്വസിക്കാന്ന് മനസ്സിലായില്ലേ? ഞാൻ പോയി അവന്തികയുടെ വീട്ടിൽ നിന്നും ആ ഡോക്യുമെന്റ്സ് മോഷ്ടിച്ചു കൊണ്ടുവരാം. എന്താ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കാർക്കും വിശ്വാസം വരുന്നില്ലേ? എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അങ്ങനല്ല. ധനുഷ് വിചാരിച്ചാ. പക്ഷേ മോഷ്ടിക്കുമെന്നൊക്കെ പറയുമ്പോ മോഷ്ടിക്കാന്ന് പറയുമ്പോ മോഷ്ടിക്ക തന്നെ, അല്ലാതെന്താ? എന്നാ പിന്നെ ഞാനും കൂടെ വരാം. ആ, ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോവാം. ഇതെന്താ വല്ല സിനിമയ്ക്കും പോവാണോ? എല്ലാവരും കൂടി ഒരുമിച്ച് പോവാൻ? നിങ്ങൾ ആരും വരണ്ട. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് തന്നെ പോകുന്നതാണ് നല്ലത്.
കേട്ടിട്ടില്ലേ കള്ളൻ കാറ്റുപോലെ വരണമെന്ന്? ഒരു നേരിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ. പറയുന്ന കേട്ടിട്ട് നിനക്ക് മോഷ്ടിച്ച് നല്ല പരിചയമുണ്ടെന്ന് തോന്നല്ലോ. ആ അങ്ങനെ പരിചയമൊന്നുമില്ല. പക്ഷേ ഈ മോഷണം ന്യായത്തിനും നേരിനും വേണ്ടിയാ. നമ്മുടെ കുടുംബത്തിനു വേണ്ടിയാ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാനിത് ചെയ്തിരിക്കും. ഹലോ, നീ ഇപ്പൊ വലിയ കോടീശ്വരി ആയല്ലേ? അല്ല അതിനിപ്പോ നിനക്കെന്താ വേണ്ടേ? സേതുമാധവന് കേസ് നടത്താൻ നീയാണല്ലേ പണം കൊടുത്തത്? അതെ, അത് ചോദിക്കാൻ നീ ആരാ? ചതിച്ച് നേടിയതെല്ലാം കെട്ടിപ്പെറുക്കി തിരിച്ചു കൊണ്ടുവന്ന് വെപ്പിക്കും നിന്നെ ഞാൻ. ഞാൻ സ്വന്തമാക്കിയതിൽ ഒരു തരി പോലും ഇനി ആർക്കും തിരിച്ചു കിട്ടില്ല. അതിനി എന്റേത് മാത്രാ. എന്റെ കയ്യിലുള്ള പണത്തിന്റെ പകുതി മാത്രമേ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ. നിന്നെ തോൽപ്പിക്കാനേ ആ പണം മുഴുവനും വേണമെങ്കിലും ഞാൻ കൊടുക്കും. നിന്റെ 2 നാത്തൂമാരെയും അവരുടെ ഭർത്താക്കന്മാരെയും പിന്നെ ആ തന്തയും എല്ലാം കൂടി പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടത് ഞാനാ. അവരിനി എന്നും പെരുവഴി തന്നെ ആയിരിക്കും. എടി, ചതിച്ച് നേടിയവരും അധർമ്മം ചെയ്തവരും ഒന്നും അധികകാലം ഭൂമിയിൽ വാണിട്ടില്ല. ഇതിനെല്ലാം ഒരു തിരിച്ചടി നിനക്ക് കിട്ടും, അത് നീ ഓർത്തോ. നാളെ പെരുവഴിയിൽ നീ കിടക്കുന്ന ഒരു കാലം വരും. ആഹാ, എത്ര നല്ല മനോഹരമായ നടക്കാത്ത സ്വപ്നം. നീ എങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? അല്ല, നിന്റെ ഭർത്താവിന് പുതിയ വല്ല ജോലിയും കിട്ടിയോ? വേണമെങ്കിൽ എന്റെ ഡ്രൈവറായിട്ട് ഞാനൊരു ജോലി കൊടുക്കാം. എന്റെ ഭർത്താവിന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. അതനുസരിച്ച് എവിടെ പോയാലും അദ്ദേഹത്തിന് ജോലി കിട്ടുകയും ചെയ്യും. നിന്നെ പോലെ തരംതാണ ഒരുത്തിയുടെ ഡ്രൈവറായിട്ട് നടക്കേണ്ട ഗതികേടൊന്നും എന്റെ ഭർത്താവിന് വന്നിട്ടില്ല. ഒന്ന് വെച്ചിട്ട് പോടി. ആരാ മോളെ? ആ വൃത്തികെട്ടവളാ അവന്തിക. അവക്കേ അനുപേട്ടനെ അവളുടെ ഡ്രൈവറാക്കണം പോലും. നീ ഫോണിങ് തന്നെ അവക്ക് വേണ്ടത് ഞാൻ കൊടുക്കാം. എടി എടി, കാലിന് പോലും വേണ്ടാത്തവളെ, നീ ആരാടി? നീ എന്താ വിചാരിച്ചത്? എന്റെ മോനെ നിനക്ക് ഡ്രൈവർ ആക്കണം അല്ലേ? എടി എടി എടി, നിന്റെ ഒരു അമ്മാവനുണ്ടല്ലോ വാലും ചുരുട്ടി നിന്റെ പിന്നാലെ നടക്കുന്ന ഒരുത്തൻ, അവനെ നിന്റെ ഡ്രൈവർ ആക്കിയാൽ മതി കേട്ടോടി. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ആഹാ, എന്നാലും എനിക്ക് താല്പര്യമുണ്ട്. എന്റെ 2 മക്കളുടെയും ഭാവി വഴിയാതരമാക്കിയവളാ നീ. നിന്റെ തലയിൽ ഇടുത്തി വീഴുപടി. നീ നീക്കിനട മുട്ടിഞ്ഞു പോകും. നീ വെള്ളം കുടിച്ച് ചാവത്തില്ലടി. ത്യാകുന്നോ തള്ളേ? ചേട്ടത്തിനെ പറയുന്നോടി.